എന്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് നഗരസഭ നീങ്ങിയത്? തീർച്ചയായിട്ടും ജനങ്ങൾ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ഭരണസമിതി അഡ്രസ്സ് ചെയ്തേ മതിയാവുകയുള്ളൂ. പ്രത്യേകിച്ചും തെരുവുനായി പ്രശ്നം ഇവിടെ രൂക്ഷമാവുകയാണ് നമ്മുടെ നാട്ടിൽ, സംസ്ഥാനത്ത് എമ്പാടും. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റും തെരുവുനായി പ്രശ്നവും ഇത് രണ്ടും പരിഹരിക്കുക എന്നുള്ളതാണ്. ഇത് തെരുവുനായി എന്ന് പറയാൻ പറ്റും, വീട്ടിൽ വളർത്തുന്നതല്ലേ, ലൈസൻസ് ഇല്ലാതെ വളർത്തുന്നതാണ്. ഇത് തെരുവുനായ്ക്കളായിരുന്നു. അങ്ങനെ എന്തോ അതിനോടൊരു പ്രത്യേക താല്പര്യം തോന്നി ഒരു പോലീസ് ഉദ്യോഗസ്ഥ ആദ്യം ഒന്നിനെ വളർത്തി, രണ്ടിനെ വളർത്തി, പിന്നീട് അതിപ്പോൾ ഒരു 10-70 അതിവിടെ സമീപത്തുള്ള ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു. കംപ്ലയിൻറ്റ് നേരത്തെ 2024 തന്നെ കംപ്ലയിൻറ്റ് കോർപ്പറേഷനിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഇപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ ഇവിടുത്തെ കൗൺസിലർ, LDFൻ്റെ കൗൺസിലറാണ് ഇവിടെ ഉള്ളത്, കൗൺസിലറോട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റാമെന്ന് പറഞ്ഞു. ഇന്നലെ കൊണ്ട് നമുക്ക് നമ്മുടെ പക്കലുണ്ടായിരുന്ന 50 നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്ഥലം ഒഴിഞ്ഞു. ഇത് എവിടേക്കാണ് മാറ്റുന്നത്? ഷെൽട്ടർ എവിടെ പോവാറ്? ഇപ്പം നമ്മുടെ ഇപ്പം നേരെ ഇതിനെ മാറ്റുന്നത് വണ്ടിത്തടത്തുള്ള ABC സെൻറ്റർ, കോർപ്പറേഷൻ്റെ ABC സെൻറ്ററിലേക്കാണ്. അവിടെ കൊണ്ടുപോയി ABC ചെയ്ത് വാക്സിൻ കൊടുത്ത് ഒരാഴ്ചത്തെ നിരീക്ഷണം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഷെൽട്ടറിലേക്ക് ഞങ്ങൾ മാറ്റും. 50 എണ്ണത്തിനെ വളരെ നല്ല രീതിയിൽ ഷെൽട്ടറിലേക്ക് ഇന്നലെ മാറ്റിയിട്ടുണ്ട്. ഇനി ഷെൽട്ടറിന് വേണ്ടി ഒരു 7 ഏക്കർ സ്ഥലം ഒരാളുമായി സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതാകുന്നതോടുകൂടി നമുക്കൊരു 3000 നായ്ക്കളെ ഇതുപോലെ പാർപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഒരു പുനരധിവാസം പോലെ തന്നെയാണ് അവർ. തീർച്ചയായിട്ടും നമ്മുടെ കോർപ്പറേഷനിലൂടെ ഒരു 8500 നായ്ക്കളാണല്ലോ. അതിനെല്ലാം തന്നെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് ഷെൽട്ടറിൽ പാർപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഞങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും ആളുടെ കുറ്റവാനം എല്ലാ ദുർഗന്ധ ഈ പ്രദേശത്തുണ്ട്. വീട്ടുകാരെയൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ പരാതി തീർച്ചയായും ഇത് വർഷങ്ങളായി 2024 തന്നെ കോർപ്പറേഷനിൽ കംപ്ലയിൻറ്റ് കിട്ടിയെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അടഞ്ഞിട്ട് 2 ആഴ്ചയാണ് ആയത്. 26-ാം തീയതി ഭരണസമിതി വന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ കാട്ടായിക്കോണം വാർഡ് കൗൺസിലറാണ് നിൽക്കുന്നത്. ജനങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ തന്നെ ഞാൻ വാർഡ് കൗൺസിലറെ വിളിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കകം ജനുവരി 30-ന് മുമ്പ്, ജനുവരി അവസാനത്തിന് മുമ്പ് മാറ്റുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങൾ പരമാവധി നായ്ക്കളെ മാറ്റും. എത്രയും പെട്ടെന്ന് തന്നെ മാറ്റി വീടൊക്കെ ശുചീകരിച്ച് അവർക്ക് നന്നായിട്ട് താമസിക്കാനുള്ള യോഗ്യമാകും. കൂടെ തന്നെ താമസിക്കുന്നു അല്ലേ? അവർക്കത് ഒരു ശീലമായതുകൊണ്ട് ബുദ്ധിമുട്ട് വന്നില്ല. പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവർ ഈ നായയെ വളർത്തി എന്നുള്ളത് നമ്മൾ കാണണം. ഇത്രയും ദിവസം അവന് ഭക്ഷണം കൊടുത്തല്ലോ. എന്നാൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും കാണണം. തീർച്ചയായും ഒരു ഭരണസമിതി ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ അടിയന്തര പ്രാധാന്യത്തോടെ കൗൺസിലറും ഇവിടുത്തെ നാട്ടുകാരൊക്കെ ചേർന്ന് ഞങ്ങൾ പരിഹരിക്കുകയാണ്. ഇവിടുത്തെ കാട്ടായിക്കോണം വാർഡ് കൗൺസിലർ കൂടെ നമ്മുടെ വലിയ പരാതി ഉണ്ടായിരുന്നു നാട്ടുകാരുടെ ഭാഗത്ത്. വലിയ പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൗൺസിലറായി വന്നതിന് ശേഷമാണ് ശരിക്കും പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന രമ്യയുടെ ഫാമിലിയാണ് ഇത്. നേരത്തെയൊക്കെ പരാതി കൊടുത്തിരുന്നു, പക്ഷേ സീരിയസ് ആയത് ഈ അടുത്ത സമയത്താണ്. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരാളിനെ റോഡിൽ വരുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് ശരിക്കും. അപ്പോൾ ഈ നാട്ടുകാർ ഇവിടെ ഒരുപാട് സ്കൂൾ ബസ് കുട്ടികളടക്കം പോകുന്ന പ്രദേശമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മളെ ശ്രദ്ധയിൽ വന്ന ഉടനെ തന്നെ ഞാനത് മേയർ ശ്രദ്ധയിൽപ്പെടുത്തി. മേയർ അടിയന്തരമായിട്ട് തന്നെ ജനുവരിക്കകം ഇത് മാറ്റാമെന്ന് പറഞ്ഞതും പ്രകാരം തന്നെയാണ് ഇന്നിപ്പം നായ്ക്കളെ മാറ്റുന്നതിന് വേണ്ടി മേയർ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് ഉടമയുടെ പരാതി അവരുടെ എതിർപ്പൊന്നുമില്ല. ഇല്ല, ഞാൻ സംസാരിച്ചു. അന്ന് തന്നെ ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് പൂർണ്ണ സമ്മതമാണ് എനിക്കത് മാറ്റുന്നതിന്. ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറൊരു തടസ്സവും അതിനകത്തില്ലായിരുന്നു. അതാണ് കൗൺസിലർ പറയുന്നത്. നമുക്ക് കാണാം എത്രയധികം ഒരു നായകളുടെ വലിയൊരു നിരയുണ്ട് ഇവിടെ. ഇത് ഈ ടെറസിലുമൊക്കെ നായകളുണ്ട്. ആ നായകൾ ഇവിടെ ഇങ്ങനെ സ്വാഭാവികമായും ഇത്രയധികം നായകൾ ഒരു വീട്ടിൽ വളർത്തുമ്പോൾ വീട് നിറയെ പട്ടികളെന്ന് പറയാം. ആ രീതിയിലാണ് പട്ടികളുണ്ടായത്. അവിടെ തൊട്ട അയൽപക്കത്ത് വീടുകളൊക്കെ ഉള്ളതാണ്. അവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വലിയ പ്രശ്നവുമാണ്. ഇവരാണ് പരാതി നൽകിയത്. നിങ്ങളാണ് പരാതി. തൊട്ടടുത്ത വീടാണല്ലേ? എത്ര നാളായിട്ട് ഈ ശല്യമുണ്ട്? ഒരു 2 വർഷമായിട്ട് ഈ ഒരു പ്രോബ്ലം ഞാൻ ആദ്യം കംപ്ലയിൻറ്റ് ചെയ്യുന്നത് 2024 അപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 15 പട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഏകദേശം 70 പട്ടികളോടെ ആയത്. ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെയാണ്. അത് എങ്ങനെയാണ് അപ്പോൾ ഇത് ഈ പരാതി കൊടുത്തപ്പോൾ എന്താ റെസ്പോൺസ് എന്തായിരുന്നു? പരാതി കൊടുത്തപ്പോൾ ഉള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ഇത്രയും പട്ടികളെ മാറ്റാനുള്ള ഷെൽട്ടർ ഇല്ല എന്നായിരുന്നു ഉള്ള റെസ്പോൺസ്. അപ്പോൾ കോർപ്പറേഷന് കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞു. ആ ഒരു സമയം ഒരു 6 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ടും അതിനെനിക്ക് റെസ്പോൺസ് കിട്ടാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഹ്യൂമൻ റൈറ്റ്സിൽ പോയി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. അതുകൊണ്ട് ഞാൻ ഓംബുഡ്സ്മാനിൽ കൊടുത്തു. ബിക്കോസ് ഈ പട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ആ 15 ഞാൻ ഇവിടെ വീട് വെച്ച് താമസം തുടങ്ങിയപ്പോൾ ആകെ 2 പട്ടിയായിരുന്നു. ആ 2 പട്ടിയാണ് ഇപ്പോൾ 70 പട്ടിയിൽ വന്ന് നിൽക്കുന്നത്. അപ്പം ഇതിനെ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം അത് ഭയങ്കര ശല്യമാണ്. എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ കണ്ടല്ലോ അത് ചെറിയൊരു ഗ്രില്ലാണ്. അപ്പോൾ ഏകദേശം പട്ടികൾ എപ്പോഴും പുറത്തേക്ക് ചാടും.
എന്നെ ഉള്ളിലേക്ക് കയറ്റി വിടില്ല. അപ്പോൾ കഴിഞ്ഞതിന് മുന്നേ വീക്ക് ഞാൻ വന്നപ്പോൾ എന്നെ പട്ടി കയറ്റി വിടാത്തതുകൊണ്ട് 100-ൽ വിളിച്ച് സഹായം തേടിയാണ് ഞാൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. വല്ലാത്തൊരു ദുരവസ്ഥയിലായിരുന്നു ഈ സമീപവാസികളൊക്കെ. കാരണം സ്വന്തം വീട്ടിലേക്ക് വരണമെങ്കിൽ പോലും അയൽപക്കത്ത് വളർത്തുന്ന പട്ടികളുടെ ശല്യം കാരണം വീട്ടിൽ വരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു പരാതിയിലേക്ക് അവർ പോയത്. ദുർഗന്ധം, മറ്റു പ്രശ്നം, ആരോഗ്യ പ്രശ്നങ്ങളും മറ്റൊരു കാര്യം, പട്ടികൾ പുറത്തു ചാടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഏതായാലും ഈ പട്ടികളെ പൂർണ്ണമായി ഇവിടേക്ക് മാറ്റുകയാണ്. നഗരസഭയുടെ ഷെൽട്ടർ ഹോമുകളിലേക്ക് അവയെ മാറ്റുമെന്നാണ് മേയർ വ്യക്തമാക്കിയത്.